ഹായ്, എൻ്റെ പേര് അഭിഷേക് ശ്രീകുമാർ. ഞാനൊരു ചെങ്ങന്നൂരുകാരനാണ്. ഞാൻ സിനിമയിലൊക്കെ ആക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു മഡ്ഡി എന്ന് പറഞ്ഞ സിനിമയിൽ ഹീറോയുടെ ടീനേജ് ക്യാരക്ടർ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഒരു മൂവി ഇറങ്ങാൻ പോകുന്നുണ്ട്, വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഞാൻ കുറേ അഡ്വർടൈസ്മെൻറ്റ്സിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്, ടി വിയിലൊക്കെ എപ്പോഴും വരാറുണ്ടായിരുന്നു. പിന്നെ കുറേ സോഷ്യൽ മീഡിയ ചാനൽസിലൊക്കെ ഹീറോ ആയിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ബിസിനസ്സും കാര്യങ്ങളൊക്കെയാണ് എൻ്റെ പരിപാടികൾ. അപ്പം കുറേ നാളത്തെ സ്വപ്നമാണ് ബിഗ് ബോസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളെപ്പോലെ തന്നെ ഫസ്റ്റ് ഓഡീഷൻ മുതൽ ഞാനും ഇതിനകത്തുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയതുപോലെ ഒരു ഭാഗ്യം എനിക്ക് സ്റ്റാർട്ടിങ്ങിൽ കിട്ടിയില്ല. പക്ഷേ വൈൽഡ് കാർഡ് അത് നല്ലൊരു ഇത് തന്നെയായിരുന്നു, നല്ലൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. ബിഗ് ബോസിൽ സെലക്ട് ആവുന്നത് തന്നെ വലിയൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. അപ്പോൾ നിങ്ങളെക്കുറിച്ച് ഓരോന്നായിട്ട് പറയണോ? പറഞ്ഞോളൂ. പറഞ്ഞു വെച്ച് ഓരോരുത്തരെ പറ്റിയുള്ള അഭിപ്രായം എല്ലാം പറയാലോ. എല്ലാം ഒന്നും പറയണ്ട, ഓരോരുത്തരെ അപ്പോൾ ഈ സൈഡിൽ നിന്ന് തുടങ്ങണം. ഓക്കെ, അപ്പോൾ ഇവിടെ ഫസ്റ്റ് അൻസിബയുണ്ട്. അൻസിബ നല്ലൊരു പ്ലെയറാണ്. പക്ഷേ ആ റൂമിൽ നിന്ന് ഇറങ്ങി വന്ന് പ്ലേ ചെയ്യണം. അവിടെ തന്നെ ഇരിക്കുന്ന ഞാൻ അൻസിബയെ കണ്ടൊരു മഞ്ഞക്കിളിയായിട്ടാണ്. ആ മഞ്ഞ ബെഡിലിങ്ങനെ കിടന്ന് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി. പക്ഷെ ഒന്ന് ഇറങ്ങി വന്ന് ചെയ്തു കഴിഞ്ഞാൽ വൺ ഓഫ് ദ ബെസ്റ്റ് പ്ലെയർ. പിന്നെ ഋഷി ഇവിടെ ഉള്ളതിൽ പുറത്ത് വരുന്നതിന് മുമ്പ് തൊട്ട് ഏറ്റവും വലിയ ഫാൻ ബേസ് ഉള്ള ആളാണ്. പക്ഷേ അവരെല്ലാവരും നിരാശപ്പെടുത്തുന്ന ഒരാളായി മാറുന്നു എന്നെനിക്ക് തോന്നി. പിന്നൊന്ന് ശ്രീതു ഇതുപോലെ തന്നെ ഇവിടെ ഉള്ള ലേഡീസിൽ ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് ഉള്ള ഒരു വ്യക്തിയാണ്. പുറത്ത് നേരത്തോട്ട് ഫാൻ ബേസ് ഉള്ളതാണ്. പക്ഷെ ആ കംഫർട്ട് സോണിൽ നിന്ന് ശ്രീതു ഇതുവരെ പുറത്ത് വന്നിട്ടില്ല. അപ്പം അത് ശ്രീതുവിൻ്റെ ഒരു വലിയൊരു ഡ്രോബാക്കാണ്. എല്ലാവരെയും നിരാശപ്പെടുത്തുന്നുണ്ട്. ശരണ്യ ചേച്ചി, നിങ്ങൾ രണ്ടുപേരും ഏതാണ്ട് വെക്കേഷൻ വന്ന പോലെ തന്നെയാണ് ഇരിക്കുന്നത് രണ്ടുപേരും. അത് പക്ഷേ നിങ്ങൾ ചേഞ്ച് ചെയ്യണം, നിങ്ങളുടെ സമയമുണ്ടല്ലോ, ഇനി ചേഞ്ച് ചെയ്യാം. പക്ഷെ നിങ്ങളൊന്നും അങ്ങനെ ഞാൻ ക്യാമറയിൽ വലുതായിട്ട് കാണാറേ ഇല്ല. അപ്പോൾ അതൊരു ശരിക്കും പറഞ്ഞാൽ ഡ്രോബാക്കാണ്. നിങ്ങൾക്ക് സ്ക്രീൻ സ്പേസ് ഇല്ലാതെന്ന് പറയുന്നത് ഡ്രോബാക്ക് തന്നെയാണ്. ചിലപ്പോൾ ഇത് ഞാൻ എൻ്റെ കംഫർട്ടാണെന്നൊക്കെ പറയുന്നത് അത് ചിലപ്പോൾ നമ്മൾ ബിഗ് ബോസ് നമ്മൾ നിങ്ങളുടെ കംഫർട്ട് ലൈനിൽ നിന്ന് പുറത്ത് വരണം. എന്നാലും നമുക്ക് നിങ്ങൾ ഞാനിതാണ് എന്ന് പറഞ്ഞ് നിന്ന് കഴിഞ്ഞാൽ കാര്യമില്ല. റസ്മിൻ, ഞാൻ വിചാരിച്ചു മിക്കവാറും കോമണർ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ആഴ്ച തന്നെ എല്ലാവരും പുറത്താകുമെന്ന് വിചാരിച്ചു. പക്ഷേ വൺ ഓഫ് ദി പവർഫുൾ ആയിട്ടുള്ള ഒരാളാണ്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ ഉള്ളതിൽ പറയുന്ന കുത്താത്ത ടൈപ്പ് ഒരാൾ റസ്മിനാണ്. എനിക്കതിൽ ഭയങ്കരമായിട്ട് ഇഷ്ടമുണ്ട്. നിങ്ങൾ This is Indrani Kothari and now Ali Baghi.